കൊച്ചിയിൽ ഒരു യുവതിയാണെങ്കിൽ പ്രസവശേഷം ആ കുട്ടിയെ എറിഞ്ഞു കൊല്ലുകയും അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ടോയ്ലറ്റിൽ വാഷ്റൂമിൽ ഉപയോഗിച്ചിട്ട് പോവുക, കൊന്നു കളയുക. ഗർഭിണി ആയിരിക്കുമ്പോഴും പ്രസവശേഷമൊക്കെ അമ്മമാർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട്. അൺപ്ലാൻഡ് പ്രഗ്നൻസി ആവുക, പിന്നെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരു ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് വരിക, മുൻപ് മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുക. ഏതൊരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് സേവനം വേണോ ഗവൺമെന്റ് സേവനം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കുണ്ട്. ഇപ്പോൾ 2016 ലാസ്റ്റ് ഒരു സർവേ റിപ്പോർട്ട്, നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേയുടെ ഒരു റിപ്പോർട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ കറന്റ്ലി ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ പറ്റത്തില്ലെന്നറിയാം. നിലവിൽ എന്താണ് ഇപ്പോൾ കോവിഡ് ഒക്കെ വന്നല്ലോ, കോവിഡൊക്കെ ശേഷം എനിക്കൊന്ന് മെന്റൽ ഹെൽത്ത് രംഗത്ത് ഒരു വലിയ മാറ്റം തന്നെ, ഓൺലൈൻ സേവനങ്ങളുടെ സാധ്യത കൂടി, ഹൈബ്രിഡായിട്ട് സേവനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് ശരിക്കും? കോവിഡിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഒരു പക്ഷേ ഈ ഒരു സർവേയിൽ തെളിയായിരിക്കും. ഒരു പക്ഷേ ഒരു ട്രെൻഡ് ഇങ്ങനെ ആകാം. അതായത് പണ്ടത്തിൽ അധികം ഒരു മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂടിയിട്ടുള്ളതായിട്ട് കാണപ്പെട്ടേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സാറിന്റെ ഒരു ഏരിയ പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് ആണ്. എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്നത് പോലെ ഒരു പുതിയതല്ല, നേരത്തെ തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ട് ഓർമ്മയുള്ളത്, ഞാൻ ഒരു 6 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു, 6 മാസമല്ല, ഏതാണ്ട് ഒരു വർഷത്തോടടുത്താവുന്നു, കൊച്ചിയിൽ ഒരു യുവതിയാണെങ്കിൽ പ്രസവശേഷം ആ കുട്ടിയെ എറിഞ്ഞു കൊല്ലുകയും അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ടോയ്ലറ്റിൽ വാഷ്റൂമിൽ ഉപയോഗിച്ചിട്ട് പോവുക, കൊന്നു കളയുക. ഒരു പെരിനേറ്റൽ മെന്റൽ ഹെൽത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സാറിന് ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഇപ്പം പെരിനാറ്റൽ മെന്റൽ ഹെൽത്ത് എന്ന് വാക്ക് ഉപയോഗിച്ചല്ലോ. അപ്പൊ പെരിനാറ്റൽ എന്ന് നമ്മൾ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലും പ്രസവശേഷവും. പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഗർഭിണിയാകുന്നതിന് കുറച്ച് മുമ്പ് മുതൽക്ക് നമ്മൾ ഒരു ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതിന് മനസ്സിലാക്കുന്നത് മിനിമം ഏറ്റവും കുറഞ്ഞത് 2 വർഷം. അതായത് ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുന്ന സമയം മുതൽക്ക് കുഞ്ഞിനൊരു വയസ്സ് മിനിമം, ഏറ്റവും നല്ലത് 2 വയസ്സ് വരെയാണ്. അപ്പൊ ടോട്ടൽ നമ്മൾ പറയുന്ന ഈ 3 വർഷത്തെ നമുക്ക് എന്ത് ചെയ്യാം, പെരിനാറ്റൽ എന്നുള്ളൊരു വാക്കിൽ നമ്മളങ്ങ് ഒരു പ്രാക്ടിക്കൽ ഡെഫിനിഷനിലേക്ക് നമ്മൾ ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്ക ആൾക്കാർക്കും, അമ്മമാർക്കും, അതായത് WHO പറയുന്നത് അറൌണ്ട് ഒരു 15% മദേഴ്സിന് ഈ ഒരു പെരിനാറ്റൽ കാലഘട്ടം, അതായത് ഗർഭിണി ആയിരിക്കുമ്പോഴും പ്രസവശേഷമൊക്കെ അമ്മമാർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 15 മുതൽ 20% അമ്മമാർക്ക് ഇത് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെരിനാറ്റൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് ലോകം ഇപ്പോഴും അംഗീകരിച്ചു വരുന്നേ ഉള്ളൂ. അമ്മമാർക്ക് വേണ്ടത്ര മാനസികാരോഗ്യ പരിചരണം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസിക ആരോഗ്യ പരിചരണം പെരിനാറ്റൽ പീരീഡിൽ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഗ്ലോബലി നോക്കുമ്പോൾ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ വളരെ സിസ്റ്റമാറ്റിക്കലി ഇതിനുള്ള നേരത്തെയുള്ള സ്ക്രീനിങ്ങും ഐഡന്റിഫിക്കേഷൻ, ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ നടന്നു വരുന്നുള്ളൂ. ഇന്ത്യയിൽ ഇത് വളരെ ശൈശവാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം. വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ഘട്ടമാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവശേഷവും ഒക്കെ വേണ്ടത്. പക്ഷെ അത് വളരെയധികം മോശമാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തില്ല. അപ്പം ഈ ഒരു പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 മുതൽ 20% അമ്മമാർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ മറ്റു പല സാമൂഹിക മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അല്ലെ ഇൻഫന്റിസൈഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ സംശയിക്കേണ്ടത് അമ്മയുടെ മാനസികാരോഗ്യ അവസ്ഥ തന്നെയാണ്. ഇപ്പം പക്ഷേ കേരളത്തിൽ പോലും വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരുള്ള കേരളത്തിൽ പോലും സംഭവിക്കുന്നത് ഒരു 6 മാസത്തിന് അല്ലെങ്കിൽ 1 വർഷത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരെ നേരെ ജയിലിലേക്ക് അടക്കുകയാണ്, അല്ലെങ്കിൽ നേരെ അറസ്റ്റ് ചെയ്ത് പോവാണ്. അവരുടെ ഒരു ശാരീരിക പരിശോധന മാത്രമേ നടത്തുന്നുള്ളൂ, മാനസികാരോഗ്യ പരിശോധന നടത്തുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പെരിനാറ്റൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രിവലൻസ് അത് പ്രത്യേകിച്ചും ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ
കൂടുതലാണ്. അമ്മമാർക്ക് മാനസിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അമ്മമാരുടെ ആത്മഹത്യയിലേക്കും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലേക്കും നയിക്കപ്പെടാം. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഈ അമ്മമാർ നേരിടുന്നത് ഇപ്പം മാനസികാരോഗ്യ പരിചരണം അല്ല, അതിനു പകരം ഈ നിയമപരമായിട്ടുള്ള പീഡനമാണ്. നിയമപരമായിട്ടുള്ള ഈ വെറും ശാരീരിക പരിശോധന മാത്രം നടത്തുന്നതിൽ അത് ഒതുങ്ങിപ്പോകരുത്. അവരുടെ മാനസികാരോഗ്യ പരിശോധന കൂടെ നടത്തി ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിന് കാരണം അമ്മയുടെ മാനസികാരോഗ്യ പ്രശ്നമാണോ എന്നറിഞ്ഞ് ശേഷം മാത്രമേ നമ്മൾ അതിൽ ഇടപെടലുകൾ നടത്താൻ പാടുള്ളൂ. ഇപ്പൊ മക്നോട്ടൺ റൂൾ ഉണ്ട്. അമ്മക്ക് കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സമയത്ത് അമ്മയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുകയും അമ്മ എന്താണ് ചെയ്യുന്നത് എന്നതിലെ പ്രത്യാഘാതങ്ങൾ അറിയാത്തൊരു ലെവലിലാണെങ്കിൽ മക്നോട്ടൺ റൂൾ അപ്ലിക്കബിൾ ആവും. അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിൽ വേണം അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈ പറയുന്ന പോലെ ഇത് മുന്നേ കൂട്ടി നമുക്ക് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് പോവുകയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു അതിൽ തന്നെ 2-3 കണ്ടീഷൻ ഉണ്ട്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ട്. സോ ഇത് മുന്നേ കൂട്ടി, അതായത് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ തിരിച്ചറിയാൻ എങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ എടുക്കാം. ഇപ്പൊ ഓൾറെഡി ഒരു മാനസിക ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണ്, അവര് വിവാഹം കഴിക്കുക, കുട്ടികളാവുക എന്നുള്ളതാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അങ്ങനത്തെ അവര് ഇപ്പം ഗർഭിണിയാകുന്നതിന് മുമ്പ് അവർ ഒരു സൈക്യാട്രിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്ത് ഇങ്ങനെയൊരു പ്ലാനിങ് ആഗ്രഹിക്കുന്നുണ്ട്, കുട്ടിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പ്ലാനിങ് ഒക്കെ നടത്തി അത് ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിലും ഗൈനക്കോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിലും പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓൾറെഡി പാരമ്പര്യമുണ്ട്. ഉദാഹരണത്തിന് സ്വന്തം അമ്മയ്ക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രക്തബന്ധങ്ങളിൽ തൊട്ടടുത്ത ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയിലൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഒരു പ്രിക്കോഷൻസ് മാത്രമാണ്. ഇത് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന്. പിന്നെ അടുത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അമ്മമാര് പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻഡ് പ്രഗ്നൻസി എന്നത് വളരെ പ്രധാനമാണ്. അൺപ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ചിലപ്പോൾ മിക്ക അമ്മമാർക്കും സ്ട്രെസ് ഉണ്ടാക്കിയേക്കാം. അൺപ്ലാൻഡ് പ്രഗ്നൻസി ആവുക, പിന്നെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരു ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് വരിക, മുൻപ് മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുക, വേറെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ട് സിറ്റുവേഷൻ സാമ്പത്തികമായിട്ട് പോലെയുള്ളതൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാണ്. പിന്നെ നേരത്തെ നമ്മൾ തിരിച്ചറിയുക അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് യൂഷ്വൽ സെൽഫ് നിന്ന് മാറുന്ന ഒരവസ്ഥ ആ അമ്മയ്ക്ക് തന്നെ, ആ ഗർഭിണിക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഉടനെ ഒരു മാനസികാരോഗ്യ സേവനം തേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് അവർ ഉറക്കത്തെ അത് ബാധിക്കുന്നു, ഉറക്കം ശരിയാവുന്നില്ല, ടെൻഷൻ, അൺനെസസറി ആയിട്ട് കരയുക, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ, കരച്ചിൽ, പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, വെയിറ്റിലൊക്കെ വ്യത്യാസം, ഒട്ടും സുഖകരമല്ലാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മുൻകൂട്ടി കാണാൻ പറ്റുന്ന, അനുഭവിക്കുന്ന സംഗതികളാണ്. അപ്പൊ ഇതിങ്ങനെയുള്ള കാണുകയാണെങ്കിൽ അമ്മ ഉടനെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും വേണ്ടത് ഞങ്ങൾ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഫസ്റ്റ് ഹസ്ബൻഡ് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ വൈഫിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുക, വേണ്ട ഇടപെടലുകൾ കൃത്യമായിട്ട് നടക്കുക. ഇത് വളരെ നിർബന്ധമാണ്. അപ്പൊ നമ്മളുടെ ശാരീരിക ചില സ്ത്രീകൾക്ക് ഈ ഗർഭിണിയാവുന്ന സമയത്തൊക്കെ ഒരു ഉറക്കത്തിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ അത് വളരെയധികം കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ലെവലിൽ പോവാണ് തള്ളിക്കളയരുത്. ഇതെല്ലാം ഒരു കുഴപ്പം എന്താ വെച്ചാല് ഈ ടെൻഷൻ, കരച്ചില്, ഉറക്കമില്ലായ്മ, ഭക്ഷണത്തിനൊരു വിരക്തി, അങ്ങനത്തെ സംഗതികളൊക്കെ പറയുമ്പേ പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ മുതിർന്ന സ്ത്രീകള് ഇതെല്ലാം സ്വാഭാവികമാണ്, ഇതെല്ലാം സാധാരണമാണെന്ന് എല്ലാം നോർമലൈസ് ചെയ്ത് കളയും. അപ്പം ശരിക്കും ഒരു പത്തോളജി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം. ഈ പത്തോളജി ഇങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇത് നോർമലൈസ് ചെയ്തിട്ട് ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളെ അങ്ങ് നിസ്സാരവൽക്കരിക്കപ്പെടും. പിന്നീട് അത് ഒരു ഗുരുതരാവസ്ഥയിൽ എത്തിക്കുമ്പോൾ പോലും ഇതിനെ തിരിച്ചറിയാതെ വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഇത് ഗുരുതരാവസ്ഥയിലേക്കോ അമ്മയുടെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്കോ വരെ പോയേക്കാം. അപ്പൊ അതുകൊണ്ട് അമ്മമാർ ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവര് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുക എന്നുള്ളത് നിർബന്ധമാക്കി മാറ്റുക. നമ്മൾ മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചുവല്ലോ. അപ്പൊ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഗ്ലോബൽ ട്രെൻഡ് എന്താണ് ഇപ്പോൾ? ഗ്ലോബലി എനിക്ക് തോന്നുന്നു എപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ മെന്റൽ ഹെൽത്ത് എപ്പോഴും ഒരു ഗ്ലോബൽ ട്രെൻഡ് തന്നെയാണ്.
കാരണം ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ അത് മൾട്ടി ഫാക്ടോറിയൽ ആണ്. അപ്പം മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഉദാഹരണത്തിന് ബയോ സൈക്കോ സോഷ്യൽ ഫ്രെയിംവർക്കിൽ ഇരിക്കുന്ന ഒരു സംഗതിക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം തന്നെ ഇടപെടൽ നടത്താൻ വേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇംഹാൻസിലേക്ക് വരികയാണെങ്കിലും ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് അറിവ് ഇല്ല ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ശരിക്കും ഇംഹാൻസ് എന്താണ്? ഇംഹാൻസിന്റെ മുഴുവൻ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. ഇത് കേരള ഗവൺമെന്റിന്റെ കീഴിലെ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് പദവിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. ഇത് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസ് തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് 1980 തുടക്കത്തിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പിറവി കൊള്ളുന്നത്. കുറച്ച് ബാലാരിഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. എങ്കിലും ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ചികിത്സ, ഏറ്റവും മികച്ച സേവനങ്ങൾ, ഏറ്റവും മികച്ച ഈ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം, ഗവേഷണം, ഇതെല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സൈക്കാട്രി സോഷ്യോ ഡിപ്പാർട്ട്മെന്റ്, സൈക്കാട്രി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിന് വേണ്ടി മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, സ്പീച്ച് തെറാപ്പി, ഓഡിയോളജി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഏർലി ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ്, ഡെവലപ്മെന്റൽ തെറാപ്പി, ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസ് ഓഫ് പ്രൊഫഷണൽസും അല്ലെ വെറൈറ്റീസ് ഓഫ് സർവീസസ്, എസെൻഷ്യൽ സർവീസസ് കൊടുക്കാൻ വേണ്ടുന്നുള്ള എല്ലാ കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പൊ നമ്മളുടെ ഈ ഇംഹാൻസ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും ഒരു കേരളത്തിലെ തന്നെ മാനസികാരോഗ്യ രംഗത്തിന് നേതൃത്വം കൊടുക്കാൻ പാകപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തീർച്ചയായും ശരിക്കും ഇംഹാൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ പലരും ഞാൻ പ്രൈവറ്റിലേക്ക് പോകാനും ഗവൺമെന്റിലേക്ക് പോകാനും ഏത് സർവീസ് വേണമെന്ന് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പം ഒരു ഗവൺമെന്റ് സർവീസ് എടുക്കണോ അതോ പ്രൈവറ്റ് സർവീസ് എടുക്കണോ എന്ന് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? ഏതൊരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് സേവനം വേണോ ഗവൺമെന്റ് സേവനം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പം അത് ഓരോ വ്യക്തിയുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാത്രം തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ഗവൺമെന്റ് സർവീസ് ആകുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങളും സമയക്രമങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ സ്വകാര്യ സ്ഥാപനങ്ങളിലാകുമ്പം കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഏത് സമയത്തും ഇപ്പം ഇത് രാത്രി പോലും അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ലെവലിലേക്കൊക്കെ നമുക്ക് അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കാണും. പക്ഷെ അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത് അവിടെ സാമ്പത്തിക ഭാരവും കൂടും. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പം നമ്മളിവിടെയുള്ള ഇംഹാൻസിലെ ഒട്ടുമിക്ക സേവനങ്ങളും തന്നെയും സൗജന്യമാണ്. പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പം അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പ്രൈവറ്റ് സ്ഥാപനം എപ്പോൾ വേണേൽ പൈസ കൂട്ടാം, എപ്പം അതിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരാം, അല്ലെങ്കിൽ എപ്പോൾ വേണം അടച്ചു പൂട്ടിപ്പോവാം. പക്ഷെ ഗവൺമെന്റ് സ്ഥാപനത്തിനൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ട്, അത് അവിടെ കാണും. പിന്നെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഈ പ്രവർത്തനക്ഷമതയും ക്വാളിറ്റിയൊക്കെ കൂട്ടാവുന്നതേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇംഹാൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വളരെ ക്വാളിറ്റിയോടുകൂടിയും പ്രവർത്തനക്ഷമതയോടുകൂടിയും പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതെ, പത്രമാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ന്യൂസ് ആത്മഹത്യയായിരിക്കും. ഈ ആത്മഹത്യ അതിന്റെ ഒരു മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ് എന്താണ്? ആത്മഹത്യ ഒരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം ആത്മഹത്യക്ക് ഒരു മാനസിക ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ വേണം നിർബന്ധമില്ല. അതിന് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, മറ്റ് സോഷ്യൽ, കൾച്ചറൽ ഡയമെൻഷൻസ് ഒക്കെ ഉണ്ട്. പ്രോബ്ലം ആത്മഹത്യ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അർഹിക്കുന്ന രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെ പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോഴും നമ്മൾ വേണ്ടത്ര കൈകൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആത്മഹത്യ വളരെ ഒരു ഗ്ലോബലി അതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണത്. അത് പക്ഷേ അത് പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. പക്ഷെ വേണ്ടത്ര പ്രിവെന്റീവ് ഇന്റർവെൻഷൻസ് ഇപ്പോഴും ഗ്ലോബലി അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ് ഇതിന് അത്യാവശ്യമാണ്. ഏത് രീതിയിലാണ് നമുക്ക് സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരത്തെ
സ്ക്രീൻ ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ മെത്തേഡ് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെത്തേഡ് സൂയിസൈഡ് പ്രിവെൻഷനിലെ ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അപ്പൊ എന്താണ് സൂയിസൈഡ്, അല്ലെ എന്താണ് നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറീസ്, സെൽഫ് ഹാം എന്താണ്, അതിൻ്റെ സൂയിസൈഡിൻ്റെ വാർണിംഗ് സൈൻസ് എന്താണ്, എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഈ എങ്ങനെയാണ് സൂയിസൈഡ് റിസ്ക് അസസ് ചെയ്യുക, അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഗ്രേഡ് ചെയ്യാം, മൈൽഡ്, മോഡറേറ്റ്, ഹൈ റിസ്ക് ആണോ, അങ്ങനെയെങ്കിൽ ഓരോന്നിനും എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് വിദ്യാഭ്യാസമുള്ള ഏതൊരാൾക്കും ഇതിലൊന്ന് അറിവ് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ബേസിക് സ്കില്ലും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു സംഗതി ആയിട്ട് പോലും ഇത് വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഒരു പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ആയിട്ടുള്ള ഗേറ്റ് കീപ്പർ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയും ഇന്റർവെൻഷനിലൂടെയും നമുക്ക് ഒരു പരിധിവരെ സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ അവരുടെ ഫാമിലിയിൽ സൂയിസൈഡൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തവർ കാണാം, അല്ലെങ്കിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർ ചിലപ്പോൾ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് സ്വയം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒരു വ്യക്തിക്ക് ആത്മഹത്യയെ പറ്റിയിട്ടോ അല്ലെ മരണത്തെ പറ്റിയിട്ടോ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാണെങ്കിൽ ഏറ്റവും നല്ലത് ഉടനെ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുക ആ വ്യക്തി എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മറ്റൊരു വ്യക്തി ഈ ആത്മഹത്യയെ പറ്റി സംസാരിക്കുക അല്ലെ മരണത്തെ പറ്റി സംസാരിക്കുക എന്ന് കേൾക്കുന്ന ഈ വ്യക്തി ചെയ്യേണ്ടത് അയാളുമായിട്ട് ആ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക, സംസാരിക്കുക, ആൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കുക, ഉടനെ ഒരു മാനസികാരോഗ്യ സേവനം തേടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് വളരെ ബേസിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. നമ്മൾ സോഷ്യൽ വർക്കിൽ തുടങ്ങി, ഇംഹാൻസിനെ പറ്റി സംസാരിച്ചു, ദെൻ ഉദയം പ്രോജക്റ്റിലെത്തി. ആസ് എ പേഴ്സൺ, ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? സോഷ്യൽ വർക്ക് നല്ല പറ്റാവുന്ന അത്രയും സോഷ്യൽ വർക്ക് ഇടപെടലുകൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പക്ഷേ എനിക്കൊന്ന് ചെയ്തിട്ടുണ്ട്, അതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട്. പക്ഷെ പലപ്പോഴും തോന്നും കുറച്ചുകൂടിയൊക്കെ എഫേർട്ട് എടുത്ത് കുറച്ചുകൂടിയൊക്കെ ചെയ്യാമായിരുന്നു, ഇത്രയൊന്നും അല്ല ചെയ്യാൻ പറ്റുക, അല്ലെ ഇത്രയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് തോന്നാറുണ്ട്. അപ്പം പൊതുവെ ചോദിക്കുകയാണെങ്കിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു.